ഇപ്പോഴത്തെ അവസ്ഥയിൽ പലരും സെക്കൻഡ് വാഹനമായിട്ടൊക്കെയാണ് EV ഉപയോഗിക്കുന്നത്. അത് മാറിയിട്ട് ഫസ്റ്റ് ഒരു വലിയ റേഞ്ചുള്ള EV, സെക്കൻഡ് ഒരു കുഞ്ഞ റേഞ്ചുള്ള EV എന്നുള്ള ഒരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് ഉപയോഗിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിക്കടാവും. അല്ലെങ്കിൽ EVയുടെ സമയം ആയിട്ടില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനൊക്കെ വളരെ മുമ്പേ ഇത് തുടങ്ങി വെച്ചു എന്നുള്ളതാണ് ഗോയിസിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു വലിയ ഒരു എന്താ പറയുക, അവരുടെ ഫ്യൂച്ചർ എത്ര നേരത്തെ കണ്ടു എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു കാര്യവും പുതിയതായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് പക്ഷേ മലയാളികളാണ് ഏറ്റവും പെട്ടെന്ന് ഏറ്റെടുക്കുന്നത് പൊതുവെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലാണ് പെൻട്രേഷൻ കൂടുതലും വന്നിരിക്കുന്നത്. ഇപ്പോൾ ടാറ്റയുടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഏറ്റവും വലിയ ആശങ്ക ഒരു 3 ആശങ്കയാണ്. ഒന്ന് ഇതിൻ്റെ റീസെയിൽ വാല്യൂ, 2 റേഞ്ച്, 3 ചാർജിങ് ടൈം. ഈ 3 കാര്യങ്ങളെ പറ്റിയാണ് ജനത്തിന് എപ്പോഴും ആശങ്ക. അതിൽ ചാർജിങ് ടൈം എന്നുള്ളത് ഇപ്പം വളരെ ആശങ്ക മാറിയിട്ടുണ്ട്. 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ ചാർജ് ആവുന്നു. അടുത്തത് ബാറ്ററി ലൈഫ് എന്ന് പറയുന്ന സാധനത്തിലാണെങ്കിലും ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്ന സാധനം വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മടിച്ചു നിൽക്കുന്ന എല്ലാവരും വലിയ താമസമില്ലാതെ EVയിലേക്ക് വരും. എങ്കിൽ പോലും ഇതിനകത്തൊരു പ്ലാനിങ് തീർച്ചയായിട്ടും വേണം. നമ്മളിപ്പോൾ പെട്രോൾ വണ്ടിയായിട്ട് പോകുന്ന എവിടെ പോലും പെട്രോൾ ഉടനെ അടിക്കുന്നു, അത് ഇതിന് പറ്റില്ല. എന്തായാലും അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എങ്കിലും ചാർജ് ചെയ്യാൻ വേണം എന്നുള്ളൊരു പ്ലാനിങ് ആണ് വേണ്ടത്. അതിലാണ് പലരുടെയും മനസ്സ് ഉടക്കി നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മാരുതിയും കൂടി ഈ രംഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് പെൻട്രേഷൻ നടക്കും. അതിന് മറ്റൊരു കാര്യം കൊണ്ടുള്ളത്, മാരുതി ഇപ്പോൾ തന്നെ ഈ വിറ്റാര വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഡീലർഷിപ്പിലും ചാർജിങ് പോയിന്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ഇല്ലാത്ത മാരുതിയുടെ സർവീസ് സെൻ്ററും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ വ്യാപകമാകും. അതോടൊപ്പം ഗോയിസിയെ പോലുള്ളവരും നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നു. എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ ചെന്നാലും ചാർജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം ഇടും ചായ കുടിക്കാൻ RD കഫേ പോലത്തെ കഫേസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായ കാര്യങ്ങൾ.